നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ അതിഥേയത്തോടെയുള്ള യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലടുത്ത് വലിയകുന്ന് എന്ന സ്ഥലത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു പുറത്തൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ സ്ലാബ് മാറ്റി വെറുതെ അവർ മാറ്റി അതിനകത്ത് മാൻ ഹോളൊക്കെ അല്ലെങ്കിൽ ആ എന്താ പറയുക വാൽവ് ഒന്ന് നോക്കാൻ വേണ്ടി തുറന്ന സമയത്ത് അതിനകത്ത് ഒരു അതിഥി കിടക്കുന്നതെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയങ്ങളെല്ലാം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരു ഗവൺമെൻറ് സ്ഥാപനം കൊണ്ട് ഒത്തിരി ആൾക്കാർ ബില്ലടയ്ക്കാനൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നു എന്ന് അറിഞ്ഞ് കൂടിയ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന്. അവർ പറയുന്നത് മൂർഖനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സമയം കളയുന്നില്ല, പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. നമസ്കാരം. എല്ലാവരും സ്റ്റാഫുകളാണോ ഈ നിൽക്കുന്ന? അത്രയും അല്ല ബാക്കി പുറത്തേക്കുള്ളത്. സന്തോഷം. സുഖമായിരിക്കും. അല്ലാത്തവരുണ്ട് അല്ലേ? നമുക്കിത് പമ്പിംഗ് ആണോ ടാങ്കാണോ സാറേ? ഇതും അതും രണ്ട് ടാങ്ക്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓഹോ, അപ്പോൾ രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. നമുക്കിവിടെ ആറ്റിങ്ങൽ ഈ ഏരിയയിലൊക്കെ ഉള്ള ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളത് അരുവിക്കരയിൽ നിന്ന് വരുന്നത്, ഇത് വാമനാപുരത്ത് വരുന്നത് അല്ലേ? വാമനാപുരം നദിയിൽ നിന്ന് വരും അതല്ലേ? അപ്പോൾ അടിപൊളി. അപ്പോൾ നമുക്ക് കുടിവെള്ളം തരുന്ന ഒരു സ്ഥാപനം കൂടിയാണത്. ഇത് ഒരു ദിവസം മുടങ്ങിയാൽ അറിയാമല്ലോ. ഈ അടുത്തടുത്ത് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം പൈപ്പ് പൊട്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഒരുപാട് അവർ രാവിലെ തൊട്ട് പിറ്റേന്ന് 48 മണിക്കൂർ പണി ചെയ്തിട്ടാണ് അത് അശ്രാന്തമായി പണി ചെയ്തിട്ടാണ് ബുദ്ധിമുട്ട് ശരിയാക്കിയത്. പക്ഷേ ഒരു മണിക്കൂർ വെള്ളമില്ലാതെ ജനങ്ങളുടെ പരാതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അതിനെയൊക്കെ അതിജീവിക്കുന്നവരാണ്, അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ ആ വാൽവിനകത്താണ് അതിഥിയെ കണ്ടത്. നോക്കാം നമ്മുടെ അതിഥി അതിനകത്തുണ്ടോ, അതേ കയറിപ്പോയോ, അല്ലെങ്കിൽ അതിനകത്ത് വരാൻ സാഹചര്യം എന്താണെന്നൊക്കെ നോക്കാം നമുക്ക് നമ്മുടെ അതിഥിയെ. ഇതിനകത്താണല്ലേ? പോയിട്ടില്ല, ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇത് പൊക്കിയതാണോ? ഞാനാണ് ഡ്യൂട്ടിയോ? അപ്പോൾ രാത്രി കണ്ടതാണോ? പകലല്ല, രാത്രിയാണ് അല്ലേ? ഇന്നലെ രാത്രി ഓ, അങ്ങനെ വന്നത് കണ്ടു ഇറങ്ങിപ്പോവാൻ വന്നത്. തിരിച്ചിങ്ങോട്ട് ഇതിനകത്ത് പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ തന്നെ ഗേറ്റ് പിടിച്ച് ഉറച്ചടിച്ച് സൗണ്ട് ഉണ്ടാക്കി. ഇവ അങ്ങോട്ട് കയറിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇതിങ്ങനെ തന്നെ ഇരിക്കായിരുന്നു അല്ലേ? ഇത് അവിടെ ഒരു ഹോൾ കിടന്നു. ഓ, ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്തൊന്ന് പെട്ടത്. അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇത്രയും നല്ല സീൽ. ഓ, ഇവിടെ ഹോൾ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന്. അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ചേട്ടനാണ് ഇന്നലത്തെ വാൽവ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ രാത്രി അതിഥി കയറി പോകണ കണ്ടിട്ട് അകത്തോട്ട് പോകാതിരിക്കാണ്ട് അവിടെ പോയി വെട്ടിയപ്പോൾ നേരെ വന്ന് ഇതിനകത്ത് വീണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതാണ് ഞെട്ടിപ്പോൾ ഇത്രയും വലിയ എടുക്കാൻ പറ്റാത്തൊരു സ്ലാബും പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെ ഹോൾ വന്നൊന്ന് ആകെ ഒന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയാനല്ല, നമ്മളിതൊന്നും എടുത്ത് മാറ്റാം. നിൽക്കട്ടല്ല, ഒരു മിനിറ്റ് ഇല്ലേ? ഒരുമിച്ച് തരണം. തൂമ്പേണ്ട കേട്ടാ, തൂമ്പേണ്ട. നമുക്കിതങ്ങ് മാറ്റിയാലേ ഈസി ആയിട്ട് അങ്ങ് മറച്ച് വെക്കാം. തൂമ്പേണ്ട അല്ല, അതിനൊക്കെ നല്ല മണ്ണ് തിരിച്ച് നമുക്ക് മറച്ച് വെക്കാമല്ലോ. ഇല്ല, അത് പോവില്ല. ഈ തലകത്ത് പോവും, അങ്ങനെ മറിച്ച് അങ്ങനെ ചുറ്റിയതാവും. നിങ്ങൾ ആ ചെറിയ പാരങ്ങിത്താ ആ ചെറിയ പാരങ്ങിത്താ നിൽക്കട്ടെ. നിങ്ങൾ വെപ്രളം കാണിച്ചാൽ ഒന്നും നടക്കില്ല ചേട്ടാ. ഇതങ്ങ് മാറ്റേ നിങ്ങൾ ചെറിയ പാരയ്ക്ക് തൊന്നി വെച്ചില്ലെങ്കിൽ ഈ മണ്ണ് മാറ്റിയെങ്കിൽ എപ്പോഴേ പോയെന്നറിയാം. പിന്നെ നില്ലണം, ഒരു മിനിറ്റ് അല്ല, നില്ല. റെഡിയായാ? ഇനി വിട്ടാ കൈ പോയി. ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ മാത്രം മതി. ഇത് ഞാൻ മാത്രം മതി. ആയില്ല, താഴെയൊന്നും പോലെ. പിന്നെ മറി. ഓക്കെ, പോരാ, ഇനിയും പിടിക്കണം. ഞാൻ അതാണ് പറഞ്ഞ് മണ്ണ് മാറ്റിയെങ്കിൽ ഇനി തൊന്നി വെക്കാൻ എളുപ്പമുണ്ട്. മാറ്റാം.
നമ്മളെന്തായാലും ഈ അതിഥിയെ നമ്മൾ അകത്തിറങ്ങി എടുത്താലേ പറ്റുള്ളൂ. നമ്മൾ വന്നപ്പോൾ തന്നെ പൈപ്പിനടി ചുരുണ്ടിരുന്നു. ഇപ്പോൾ അത് മാറി. പക്ഷേ നല്ല ഇവിടെ ഒരു കാര്യമില്ല, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു ഫീമെയിൽ പെണ്ണതിഥിയാണ്, നല്ല ആരോഗ്യമുള്ള പെണ്ണതിഥി. ഭക്ഷണം തേടി ഇറങ്ങി അതിന്. പക്ഷേ എന്തായാലും ഇത് പെണ്ണാണെന്ന് പറയാൻ വേണ്ടി എനിക്ക് അതിൻ്റെ പിരിയൊന്നും കാണണ്ട, അതിൻ്റെ കണ്ണിലെ കരി എഴുതിയത് കാണണ്ട, ഇതൊന്നും കാണണ്ട. പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് നല്ല ആത്മാർത്ഥമായിട്ട് പല എക്സ്പീരിയൻസ് ഉള്ള ഒരു 3-4-5 ദിവസമായി പാമ്പിനെ പിടിക്കുന്നവർക്ക് എൻ്റെ ആണും പെണ്ണും അറിയാൻ പറ്റില്ല. ആണും പെണ്ണും അറിയണമെങ്കിൽ എൻ്റെ മറ്റെന്തെങ്കിലും കാര്യം പറയേണ്ടി വരും എന്നുള്ളത്. പക്ഷേ ഇതല്ല, നല്ല ആരോഗ്യമുള്ള മുട്ടയിട്ടിട്ടുള്ള ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങി. അതിലുപരി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നോക്കിയുള്ള കഴുത്തിൽ ആ പത്തിയിൽ ആ ഭണത്തിൽ ഇടത് സൈഡിലൊരു ഒട്ടൽ, ഒരു ചെറിയ ഒട്ടൽ കാണുന്നുണ്ട് ഈ ഇടത് സൈഡിൽ. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ അദ്ദേഹം നല്ല പടമൊക്കെ പൊഴിച്ചതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയ അതിഥിയാണ്. പക്ഷേ അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ, വാൽവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടൻ കറക്റ്റായിട്ട് കണ്ടു. അത് മാത്രമേ ഇതിനകത്ത് നമുക്ക് നിൽക്കാൻ പോലും ഒരു സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമാണ്. ഭക്ഷണം തേടി വന്ന അതിഥിയാണ്, ഇതിനകത്ത് അകപ്പെട്ട് പോയതാണ്. നമുക്ക് ഫീമെയിലും മെയിലും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് അതിൻ്റെ തലയോ അല്ലെങ്കിൽ വാലിൻ്റെ അഗ്രമോ അല്ലെങ്കിൽ വാലിൻ്റെ അടിവശമോ മുട്ടയിട്ടം തിരിച്ചറിയാൻ ഈ വാലിൻ്റെ അടിയിൽ പതിഞ്ഞ സ്ഥലമോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളെപ്പോലുള്ളവർ കുറേ പേർക്ക്, എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ പേർക്ക് ഒത്തിരി വർഷമായി ഈ ഫീൽഡിലുള്ള ഒരുപാട് പാമ്പുകളൊക്കെ പിടികൂടി വീട്ടിലൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ മുൻകാലങ്ങളിൽ സംരക്ഷിച്ച് മുട്ടയൊക്കെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണാണോ പെണ്ണാണോ, അതിന് 1 വയസ്സുണ്ട് 2 വയസ്സുണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്നത്. മൂർഖന്റെ വെനം നാഡികളെയാണ് ബാധിക്കുന്നത്. ഇത്തരം വെനത്തിന് ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു. കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ്. കടിയേറ്റ ഭാഗത്ത് അസഹ്യമായി നീറ്റൽ, കടിയേറ്റ ഭാഗം നീരുവെച്ച് വീർത്തുവരും, കരിവാളിപ്പ്, വായിൽ നിന്നും നേർത്ത രക്തം വന്നുകൊണ്ടിരിക്കും, ദേഹം വിറങ്ങലിക്കും, കൈകാലുകൾ അനക്കാൻ സാധിക്കാതെയാകും, കഴുത്ത് നേരെ നിൽക്കില്ല, നാവ് അനക്കാൻ കഴിയില്ല, ഭക്ഷണം ഇറക്കാൻ കഴിയില്ല, ചുണ്ട് വിളറും, വായിൽ നിന്ന് നുരയും പതയും ഒഴുകും, കൺപോളകൾ അടഞ്ഞുപോകും, ശ്വാസതടസ്സം അനുഭവപ്പെടും. മൂർഖൻ പാമ്പുകളുടെ വെനത്തിൽ നിന്നും പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നല്ല ആരോഗ്യമുള്ള, ഇതിനകത്ത് നമുക്ക് നിന്ന് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കടി കിട്ടാണ്ട് സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ചേട്ടാ ചാക്ക് ചേരാമോ? അടിപൊളി, നല്ല സൂപ്പർ ചാക്കാണ് അദ്ദേഹം കൊണ്ടുവന്നത്. നമുക്കിവിടെ കാണാം നല്ല സൂപ്പർ ചാക്ക്. നമ്മൾ അദ്ദേഹത്തെ പതുക്കെ വെളിയിലാക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ ബോട്ടിൽ ചാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ വലിയ കുന്നിൽ ആറ്റിങ്ങൽ വലിയ കുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട വാട്ടർ അതോറിറ്റി നമുക്ക് കുടിവെള്ളം തരുന്ന സ്ഥാപനത്തിൽ അവരുടെ വാൽവിനകത്ത് വന്ന് കുരുങ്ങിയ ഏകദേശം 6 വയസ്സോളം പ്രായം വരുന്ന പെൺമൂർഖൻ അതിഥിയായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ പിടിച്ച് ചാക്കിലാക്കി കഴിഞ്ഞു. നമുക്ക് ഇനി സമയം കളയാനില്ല. എന്തായാലും ഇവിടുത്തെ ദൗത്യം നമ്മളെ വലിയ കുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള വാട്ടർ അതോറിറ്റിയിലെ മൂർഖൻ നദിയെ പിടികൂടി കഴിഞ്ഞു. ഇനി അടുത്ത കോള് മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്ത്
ഒരു ഓട്ടോ വർക്ക്ഷോപ്പിനകത്ത് ഒരു മരപ്പട്ടി അതിഥി അവരെ ഷെൽഫിൻ്റെ അടിയിൽ ഇരിക്കുന്ന പറഞ്ഞ വിളിയുണ്ടായിരുന്നു. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞാൽ അടുത്ത അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് മണ്ണന്തലയ്ക്ക് യാത്രയാവുന്നു. എന്തായാലും സന്തോഷം. വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലയ്ക്കടുത്ത് നമ്മുടെ എന്താ പറയുക SN നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിനാണ്. SN നഗർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ താഴെ അറ്റം വരുമ്പോൾ ഒരു വർക്ക്ഷോപ്പ്, ഓട്ടോ വർക്ക്ഷോപ്പാണ്. ഓട്ടോ വർക്ക്ഷോപ്പിനകത്ത് അവർ രാവിലെ പണിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. രാവിലെ തുറന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് നോക്കിയ സമയത്താണ്, സാധനങ്ങൾ എടുക്കുന്ന സമയത്താണ് അതിനകത്തൊരു ഷെഡിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ അനങ്ങുന്നതായിട്ടുണ്ട്. ഉടനെ അവർ മൊബൈലിൻ്റെ ഫ്ലാഷ് കത്തിച്ച് നോക്കിയപ്പോൾ അറിയുന്നത് നമ്മുടെ എന്താ പറയുക ടുഡേ ഗേറ്റ് എന്നറിയപ്പെടുന്ന, മരപ്പട്ടി എന്നറിയപ്പെടുന്ന, പഴവുണ്ണി എന്നറിയപ്പെടുന്ന, കല്ലുണ്ണി എന്നറിയപ്പെടുന്ന ഒരു അതിഥി അവരുടെ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിനകത്തിരിക്കുന്ന കള്ളുകൂടിയൻ പൂച്ചയെ നമുക്കൊന്ന് കാണാൻ പോകാം. നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. നമസ്കാരം. സുഖമായിരിക്കുന്നില്ല എല്ലാവരും? സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ ഓണറായിരിക്കാം, വളരെ ഉറപ്പാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിട്ട് പോകുന്നു. മരപ്പട്ടി തന്നെയാണെന്ന് കണ്ടു. അപ്പോൾ ഇവരൊക്കെ സ്റ്റാഫുകളാണ് എല്ലാവരും. പക്ഷേ സ്റ്റാഫുകളാണ് രണ്ടുമൂന്നൊരു കാക്കി കിട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഓ അങ്ങനെ, അടിപൊളി, സൂപ്പർ. മെക്കാനിക്കാണ് അദ്ദേഹം? ഓട്ടോ ഡ്രൈവർ. അജി ഓട്ടോ ഡ്രൈവർ. അദ്ദേഹം അനന്ത് മെക്കാനിക്കാണോ? ചേട്ടാ ഓട്ടോയ്ക്കകത്തൊക്കെ വേണേൽ കയറി ഇരിക്കാം. നമസ്തേ. എന്താ പേര്? സിബിൻ. വർക്ക്ഷോപ്പിൻ്റെ മേശരിയാണോ? സോ മെക്കാനിക്കാണല്ലോ. അപ്പോൾ ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത്? ഇതിനകത്തോ? ഇവിടെ ഈ വാലി കിടക്കുന്നത്? അയ്യോ, നമുക്കിവിടെ കാണാം. അതാ നോക്കിയോളൂ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാ നോക്കുതാ, വാലെല്ലാം വെളിയിൽ കിടക്കുന്നു. സാധാരണ പഴവുണ്ടി അങ്ങനെ ഇരിക്കാറില്ല. ഇത് നോക്കിതാ, നമുക്ക് കാണാം. അതാ നോക്കൂ, വാലെല്ലാം വെളിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും അവശത ഉണ്ടായി കാണും. അല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ ഒന്നെങ്കിൽ വയ്യായിയാക്കി. ഇപ്പം പിന്നെ കാണുന്നത് ഇത് വൈറൽ ഇൻഫെക്ഷനായിട്ടുള്ളൊരു അസുഖം. ഈ കാലൊക്കെ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ പോയിട്ട് കിടക്കുന്നൊരു അസുഖം കാണുന്നത്, വായിക്കൂടി നൊരയുമ്പതേയും വരുന്നൊരു അസുഖം. നോക്കി നമുക്ക് കാണാം, വാലിതോ വെളിയിൽ കിടന്ന്. എന്താ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇതാ കാണാം. അപ്പോൾ നമുക്ക് കാണാം, എന്താ ഇവിടെ നമുക്കിവിടെ കാണാം. അസുഖം ബാധിച്ചതുപോലെ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, അസുഖം ബാധിച്ച അവസ്ഥ തന്നെയാണ് ഇതിന്. എനിക്ക് തോന്നുന്ന പാർവ എന്ന് പറയുന്ന അസുഖമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് കാണാം, അദ്ദേഹത്തിന് വയ്യ. ഇതിനെ നമ്മളിനി കൊണ്ടുപോയാൽ തന്നെ സത്യം പറഞ്ഞാൽ ഇതിനെ കാട്ടിൽ കൊണ്ട് വിടുന്നത് തന്നെ യഥാർത്ഥത്തിൽ പാവമാണ്. കാരണം കാട്ടിൽ കൊണ്ട് വിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന് അസുഖത്തിന് മരുന്ന് ഒക്കെ കൊടുത്തിട്ട് വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കാണാം നമുക്കിതാ ഇവിടെ. സാധാരണഗതിയിൽ നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ കടിക്കും, ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇവിടെ പിടിക്കും. പക്ഷെ നമ്മൾ ഇതിലിപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ട്. അഴുക്ക് അത് അഴുക്കല്ല, എനിക്ക് നെയ്യ്. നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ ഓയിലാണ്. നമുക്ക് കാണാം. നമ്മളിതിനെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നന്നായിട്ട് കടിക്കുന്ന ആളാണ്, പേ ഉണ്ടാക്കുന്ന അസുഖം പരത്തുന്ന ആളാണ്. അദ്ദേഹത്തിനുള്ള അതിനുള്ള സാഹചര്യമുള്ള ആളാണ്. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ നിസാം അവറുകളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയ അതിഥിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വരുന്നില്ല. ഇഥവാ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ ഒക്കെ ഇതുപോലെ അവശതയായിട്ടൊരു അതിഥിയെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇത് പോട്ടെ എന്ന് ചിന്തിക്കാൻ നിങ്ങൾ കഴിയണം. പോട്ടെ എന്നങ്ങ് വിടുക. കാരണം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അറിയും. ഒന്നുകിൽ അത് മരണപ്പെടില്ല. നമ്മളിതിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. അറിയാലോ, അപ്പോൾ നമുക്ക് പാർവ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുക്കണം. ഇത് പക്ഷേ എല്ലാവർക്കും ഇവരെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാവാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇപ്പോൾ ഒരു പണ്ട് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം എന്താ മിക്സായിട്ട്, അതായത് ചിക്കന്, കോഴിയൊക്കെ കടിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന്
മരുന്ന് ഇത് വിഷം കഴിച്ചിട്ടുള്ളതല്ല. വിഷം കഴിച്ചിട്ടുണ്ട് വായിൽ കൂടെ നുരയുമ്പോഴത്തേക്കും വരാം. മോശം പോകുന്ന സ്ഥലത്ത് മോശം പോകുന്നിടത്ത് ഒരു പാടുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വേറെ വരെയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ ചെള്ളുണ്ടാവും. ചെള്ളിൻ്റെ കടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ചെള്ളില്ല, ദേഹത്ത് ചെള്ളില്ല. നന്നായിട്ട് കടിക്കുന്ന അതിഥിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, കാരണം തീരെ അദ്ദേഹത്തിന് വയ്യ. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ്. ചാക്ക് എടുക്കാമോ? അപ്പോൾ നമുക്ക് എന്തായാലും ചാക്കിലാക്കാം. കാരണം പാവം അദ്ദേഹം തന്നെ വിചാരിക്കും ഇവന്മാർ എന്നെ എന്തായാലും ഇതിനെ വിടുക എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും വിടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പാവമാണ്. കാരണം മിക്കവാറും മരുന്ന് കൊടുക്കാതെ ഇവിടെ ചത്തു പോവുകയുള്ളൂ. അത് നോക്കും, അദ്ദേഹം സേഫായി. എന്താ ഇവിടെ കുറേ നേരമായി ഇവരിനെ കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇത് ഓടിക്കളയെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അതിഥികളെ കിട്ടുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, പെട്ടെന്ന് ചാടിക്കയറി പിടിക്കാൻ ശ്രമിക്കരുത്. കാരണം എന്ന് പറഞ്ഞ സാധനം നമുക്ക് അറിയാമല്ലോ. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് തന്നെ ഒരു കുഞ്ഞ് നായുടെ വീട്ടിൽ വളർത്തുന്ന നായി നക്കിയിട്ടോ മാന്തിയിട്ടോ അങ്ങോട്ട് കുഞ്ഞ് മരിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മൾ പേ ആയിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വളർത്തുന്ന നായകൊണ്ട് പ്രശ്നമില്ലാന്ന് വെച്ച് മരുന്നെടുക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ അത് അപകടം ഉണ്ടായി. അപ്പോൾ ഇതിനും നമ്മൾ അസുഖങ്ങൾ പരത്തുന്ന അല്ലെങ്കിൽ പരത്താൻ കഴിവ് ഇദ്ദേഹത്തിൻ്റെ സലൈവയ്ക്ക് കാണും. ചെറിയ മുറിവുകളുണ്ടെങ്കിൽ അത് ഉണ്ടാവും. അപ്പോൾ അതുമാത്രമല്ല നമ്മൾ അറിയാതെ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ മുള്ളു തട്ടി ഉണ്ടായിട്ട് സ്കിന്ന് മുറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ അറിയില്ല. അപ്പോൾ അതുവഴിയൊക്കെ ഈ നക്കിയാൽ തന്നെ നായോ ഇതേപോലത്തുള്ള പേള ജീവിക്ക് നക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ അണുബാധ ഉണ്ടാകും. നമ്മൾ മരണത്തിലേക്ക് പോകും, നമ്മൾ അറിയുകയില്ല. അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ നിസാം അവരുടെ ഓട്ടോ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടിയ മരപ്പട്ടി അതിഥികളുടെ വിശേഷം അല്ലെങ്കിൽ കല്ലുണ്ണി അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത അതിഥിയെ തേടി മറ്റൊരു സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു.